ജയിക്കണം 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 ശശി തരൂർ. ചേട്ടാ ഇലക്ഷനൊക്കെ എന്തായി? ഇലക്ഷൻ നടക്കുകയാണ്. ചൂടായി വരുന്നേ ഉള്ളൂ. അല്ല ഈ പൈസയൊക്കെ ഇല്ലാത്തതുകൊണ്ടാണോ ശശി തരൂരിന്റെ പോസ്റ്ററുകളൊക്കെ കുറവാണല്ലോ? അതെ, കേന്ദ്രം ഭയങ്കര ഉപദ്രവിക്കല്ലേ നരേന്ദ്രമോദി. നമ്മുടെ മുഴുവൻ പൈസയും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ. ചുമ്മാ അല്ലല്ലോ. അല്ല, ഒരു കാര്യമില്ല. 30 വർഷം മുമ്പുള്ള കൊടുക്കാനുള്ള ആദായ നികുതി ഇലക്ഷന് തൊട്ട് മുമ്പ് ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തർക്കലാണ്. നിങ്ങൾ ജയിക്കോ? സംശയമുണ്ടോ നിങ്ങൾക്ക്? കാരണം അതൊന്നും ഞാൻ തർക്കമില്ല. തരൂരിന് എതിരില്ലല്ലോ. അയ്യടാ, അത് കൊള്ളാലോ. അപ്പൊ ശശി തരൂർ മാത്രം ജയിച്ചാൽ ബാക്കിയുള്ളവർ പിന്നെ ജയിക്കാനല്ലേ മത്സരിക്കുന്നത്? തരൂർ ജയിക്കാനാണ് മത്സരിക്കുന്നത്. തരൂർ തോക്കാനല്ല മത്സരിക്കുന്നത്. ജനത്തിന് ആവശ്യം തന്നെ കഴിവുള്ള ആളുകളാണ് ആവശ്യം. ഈ പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖർ അത്ര മോശമാണ്? തരൂരുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഞാൻ പറയുന്നത് മനസ്സിലായി. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ 5 വർഷം മന്ത്രിയായിരുന്നല്ലോ. കേരളത്തിൽ മത്സരിക്കുന്ന ആളില്ലേ? കേരളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നു? രാജീവ് ചന്ദ്രശേഖർ അല്ല, രാജീവ് ചന്ദ്രൻ ഒരു കോർപ്പറേറ്റ് ആണ്. പുള്ളിയുടെ ബിസിനസ്സാണ്. ഞാൻ പറയാം, ഇപ്പൊ തന്നെ വിവാദം വന്നിട്ടുണ്ടല്ലോ. പുള്ളി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അത് കള്ളത്തരം ഉണ്ടെന്നും BJPയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രം അതിനകത്ത് പലതും ഒളിച്ചു വെച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. പന്നിൻ രവീന്ദ്രൻ ഒരു സാധാരണക്കാരന്റെ സാധാരണക്കാരനല്ലോ. ഞാൻ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ നമുക്ക് ജനപ്രതിയാക്കാൻ പറ്റും. ഞാൻ വ്യക്തിപരമായി പുള്ളി അതിനകത്ത് പാവാണ്. പുള്ളിയോട് നമ്മൾ MP ആയിരുന്നാണ്. അന്ന് ജയിച്ചു വേണം, പിന്നെ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. വീണ്ടും മത്സരിക്കാൻ അതായത് പുള്ളിക്ക് താല്പര്യം. പുള്ളി മത്സരിക്കുന്നത് ഡിക്ലെയർ ചെയ്തതാണ്. പുള്ളിക്ക് താല്പര്യമില്ലാതെ പുള്ളിയെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചാണ്. ചേട്ടാ നിങ്ങളും പോസ്റ്റ് വോട്ടിംഗ് ഇറങ്ങിയായിരിക്കും അല്ലേ? ഇത്തവണ LDF ജയിക്കുമോ? പറഞ്ഞില്ല വേറെ ജയിക്കാൻ. സാധാരണക്കാരനെ മനുഷ്യനല്ലേ. അല്ല, ഇതിപ്പോ സാധാരണക്കാരനെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് ഇല്ല. സാധാരണക്കാരന് മാത്രമേ സാധാരണക്കാരനെ വിഷമം മനസ്സിലാവും. ശശി തരൂർ സാധാരണക്കാരനല്ലെന്നാണ്? ഇല്ല. അപ്പൊ കഴിഞ്ഞ 15 വർഷവും ഈ സാധാരണക്കാരനല്ലാത്ത ശശി തരൂർ ആണല്ലോ ഉണ്ടായിരുന്നത്. ശശി തരൂർ ആദ്യത്തെ പ്രാവശ്യം വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ചില കുട്ടികളെ ഒക്കത്തിരുന്ന കുട്ടികൾക്ക് ഉമ്മ കൊടുത്തിട്ടൊക്കെ പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടു. ആ കുട്ടിക്ക് ഇന്ന് വോട്ട് ചെയ്യാൻ പ്രായമായി. പക്ഷെ ഇന്ന് വരെ ഇവിടെ ബെഞ്ചിന്റെ പണി തീർന്നിട്ടില്ല. കഴിഞ്ഞ തവണ LDF 3ാമതായിരുന്നു. അതെ, എങ്ങനെ കയറി വരാനാണ്? ഇനി കയറി വരുമെന്ന്. ഇപ്പൊ നേരത്തെ 2 പ്രാവശ്യം LDF കൂടെ ജയിച്ചതല്ലേ. അല്ല, ഈ പറഞ്ഞ ആള് 2005 ശേഷം അവിടെ പോയിരുന്നു. പുള്ളി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ആക്റ്റീവ് ആണല്ലോ. അത്ര മോശമാണോ? മോശം തന്നെയാണ്. ഞാൻ ചോട്ടെ, ഈ 10-20,000 കോടി ആസ്തിയുള്ള രാജീവ് ചന്ദ്രൻ ഇവിടെ എന്ത് ചെയ്യാനാ? പുള്ളി കേന്ദ്രമന്ത്രിയല്ലേ? രാജീവ് ചന്ദ്രശേഖരന്റെ പോസ്റ്റ് ഉണ്ടോ? ഇനി കാര്യം നടക്കും എന്നാണോ? ഇനി കാര്യം നടക്കും. അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇതൊരു ഒരു പാർട്ടിയുടെയും കുത്തക മണ്ഡലമൊന്നുമല്ല. പുഷ്പം പോലെ പന്നിൻ്റെ നമ്മൾ ജയിച്ചിരിക്കും. ഒരു തർക്കവും വേണ്ട അതിനകത്ത്. തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി. രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുക. ഇനി കാര്യം നടക്കും. കാര്യം നടക്കും. കേട്ടാ നടക്കാത്ത എന്താണ്? ജയിക്കുമെന്നാ ചോദിച്ചേ. ജയിക്കും. ജയിക്കാതിരിക്കാൻ എന്താണുള്ളത്? ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണോ ഇത്? 15 വർഷം ശശി തരൂർ ആയിരുന്നല്ലോ MP. തിരുവനന്തപുരത്തിന്റെ 15 വർഷമാണ് പാവപ്പെട്ട തീരദേശത്തുള്ളവന് മനസ്സിലായിട്ടുണ്ട് ശശി തരൂർ വെറുതെയാണ് ഇരുന്നത്. അല്ല, ഈ തീരദേശ വോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ? തീരദേശമെന്നോ കരപ്രദേശമെന്നോ തീരദേശമെന്നോ ഒന്ന് തരംതിരിക്കുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമാണ്. കഴിഞ്ഞ വർഷവും തോറ്റു. 1 ലക്ഷത്തോളം വോട്ടിനാ തോറ്റെ. എല്ലാ വർഷവും തോക്കും. എല്ലാ വർഷവും തോക്കും. ഈ വർഷം എന്തിനാ തോക്കുന്നത്? കഴിഞ്ഞ വർഷങ്ങളിൽ തോറ്റിട്ടുണ്ടായിരിക്കാം. ഈ വർഷം തോക്കത്തില്ല. രാജീവ് ചന്ദ്രശേഖർ അത്ര പരിചിതനൊന്നും അല്ലെന്ന് ആരും അറിയാതെയാണോ? 15 വർഷം മുമ്പ് ശശി തരൂരിനെ ആർക്കറിയായിരുന്നു? 15 വർഷം മുമ്പ് തിരുവനന്തപുരം പാർലമെന്റിൽ വന്നത് സോണിയാഗാന്ധി ഇറക്കുമതി ചെയ്തിട്ടാണ്. ശരി, രാജീവ് ചന്ദ്രശേഖരനോ? രാജീവ് ചന്ദ്രശേഖർ 18 വർഷമായി രാഷ്ട്രീയത്തിലുള്ള ആളാണ്. ഒരാളും കൂടെ മത്സരിക്കുമ്പോ അദ്ദേഹത്തിനും പോലുള്ള ഒരാളും കൂടെ മത്സരിക്കുമ്പോ അങ്ങനെ എളുപ്പം അങ്ങ് ജയിച്ചു വരാൻ തോന്നുന്നു. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെയും മോശമായല്ല പറയുന്നത്. ഞങ്ങൾ എളുപ്പം ജയിച്ചു വരുമെന്നല്ല പറയുന്നത്. ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കുമെന്നാണ് പറയുന്നത്. തൊട്ടപ്പത്ത് രാജീവാസ 70% വോട്ടുള്ള ഒരു ഭരണത്തിൽ വന്നെങ്കിൽ ഇപ്പുറത്തുള്ളവരുടെ കഴിവേടാണ്. നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങളോ തർക്കിച്ചുകൊണ്ടല്ല ഇലക്ഷൻ ഉണ്ടാവുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഏപ്രിൽ 26-ന് ശേഷം നമുക്ക് കാണാം.